കേൾക്കാം. എന്താ സംഭവിച്ചതെന്ന് ഞാൻ മനസ്സാറിനോട് പറയാം. കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു ചർച്ച ഇന്നലെ. ഈ ചർച്ചയ്ക്കിടയിൽ ഈ നമ്മുടെ ദീപുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കിന് ഞാൻ മറുപടി കൊടുത്തു. അത്രേ ഉള്ളൂ. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ല, നമ്മളെ ആളുകളെ ശിവജി, നിങ്ങൾ സംഖ്യയാണോ അല്ലയോ എന്നുള്ളത് ഒരുപാട് അതൊക്കെ ഓരോ വ്യക്തികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ടാകാം. നിങ്ങൾ സംഖ്യയാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അല്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. എന്നെ ഒരാൾ, ഇപ്പം ഞാൻ ന്യൂസ് 18ന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ വേറൊരാൾ വളരെ മോശമായ ഒരു ഭാഷ ഉപയോഗിച്ചാൽ അത് അതേപടി തിരിച്ചുപയോഗിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ആ സംയമനം പാലിക്കാൻ അങ്ങേയറ്റം ബാധ്യസ്ഥനാണ്. ഒരു പക്ഷേ ഞാൻ പറയട്ടെ, ഒരു പക്ഷേ നമ്മളെ ആരെങ്കിലും എന്നെ എത്രയോ ആളുകൾ മോശമായി പലതും വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവരെ തിരിച്ച് അതേ ഭാഷയിൽ പറയാറില്ല. സ്വാഭാവികമായും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ, നിങ്ങൾ RSSകാരനാണ് എന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ വിമർശകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിൻ്റെ അച്ചടക്കം, അതിലേക്കെങ്കിലും ഒരല്പം ആ നിലവാരത്തിലേക്ക് വരാൻ ശ്രമിക്കണം. അതിലേക്ക് താഴരുത്. അതെ, അതെന്താണെന്ന് അറിയണമെങ്കിൽ ഇന്നലത്തെ ഞാൻ പറയുന്നത്, ഞാൻ പൊതുവേദി കേൾക്കാം, ഞാൻ കേട്ടില്ല. പക്ഷെ ഞാൻ പറയാണ്, ഒരാൾ എന്നെ ചീത്ത പറഞ്ഞു എന്നത് മറ്റൊരാളെ തെറി പറയാനുള്ളൊരു ഇവിടെ ആരും തെറിയൊന്നും പറഞ്ഞിട്ടില്ല. ശരി, ഓക്കെ, ശരി. അതായത് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഇന്നത്തെ വിഷയത്തിൽ ഇത്രേ ഉള്ളൂ. ഇത് ബിസിനസ് തന്ത്രം മാത്രമാണ്. കട്ട് ചെയ്യാന്നുള്ള ഈ 17 കട്ട് ചെയ്താലും കട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടവർ വീണ്ടും കട്ട് ചെയ്തതിനു ശേഷം കാണാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. വെറും ബിസിനസ് മാത്രം. അതിൽ അവർ ബുദ്ധിയിട്ട് കളിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കൃത്യവുമാണ്. ഓക്കെ.